ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിവേഴ്സ് വൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മളുടെ ഇന്നത്തെ തമ്പനിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഗർഭിണികൾ ആദ്യത്തെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന കുറച്ച് ആദ്യത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 3 മുതൽ 5 മാസം വരെയുള്ള ഈ ഒരു സമയമാണ് അല്ലെ. ഈ ഒരു മാസങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യമാണ് മിസ്കാരേജ്, അതായത് അബോർഷൻ എന്ന ഒരു കാര്യം. ഓക്കെ, അപ്പം ഈ ഒരു 3 മാസം കഴിഞ്ഞ് കിട്ടാൻ അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പല അമ്മമാരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ്. കാരണം പലർക്കും ഗർഭം ധരിച്ചതിന് ശേഷം ചിലർക്ക് 3 മാസത്തേക്ക് റെസ്റ്റ് പറയാം, അല്ലെങ്കിൽ ചിലരുടെ ശാരീരികമായിട്ടുള്ള അവരുടെ ചില അസ്വസ്ഥതകൾ നമുക്ക് റെസ്റ്റ് പറയും ഡോക്ടേഴ്സ്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നെ നമ്മൾക്ക് ഏതൊക്കെ രീതിയിലാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് മിസ്കാരേജ് അല്ലെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ അബോർഷൻ ഉണ്ടാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് കാണുക. എല്ലാവർക്കും വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. സോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഒട്ടും വൈകിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമ്മളുടെ ഈ അബോർഷൻ ഉണ്ടാവുന്ന എല്ലാ സ്ത്രീകളും ഒരേ കാരണങ്ങൾ കൊണ്ടല്ല. ഓരോ സ്ത്രീകൾക്കും അവരവരുടെ ശരീരഘടന അനുഭവപ്പെട്ടിട്ടായിരിക്കാം നമുക്ക് ഈ അബോർഷൻസ് അല്ലെങ്കിൽ മിസ്കാരേജും ഉണ്ടാവുന്നതിന് റീസൺസ്. ഇതിപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന ചില അബോർഷന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ബ്ലഡ് ഡ്രോപ്പ് ഉണ്ടാവുന്നു, അതായത് ചിലപ്പോൾ ചിലർക്ക് അത് കുറച്ച് കൂടുതലായിട്ട് ഫ്ലോ ഉണ്ടാവുന്നു, അതായത് നോർമലി പീരീഡ്സിന് വരുന്ന പോലെ തന്നെ അത്രയും ഫ്ലോയിലല്ല, എന്നാലും ആ രീതിയിലുള്ള ഒരു രക്തസ്രാവം ഉണ്ടാവുന്നു. പിന്നെ ചിലർക്ക് അമിതമായ നടുവേദന ഉണ്ടാവുന്നു. പിന്നെ കൂടുതൽ ചിലർക്ക് ഭയങ്കര കടുത്ത പനി അനുഭവപ്പെടുന്നു. ചിലർക്ക് ബ്ലഡ് അല്ല, ചിലപ്പോൾ നമ്മളുടെ വജൈനൽ ഏരിയയിൽ ഈ ബ്രൗണിഷ് കളറായിട്ടുള്ള കട്ട പോലെയുള്ള ചില ദ്രാവകങ്ങൾ വരുന്നു. ഇതൊക്കെയാണ് നമ്മൾ സ്വാഭാവികമായിട്ട് സാധാരണഗതിയിൽ അബോർഷൻസിന് ചില കാരണങ്ങൾ വരുന്നത്. പക്ഷേ ഈ കാരണങ്ങൾക്ക് എന്ന് പറയുമ്പോഴേക്കും ഓരോരുത്തരെയും അവരവരുടെ ശാരീരികമായിട്ടുള്ള ഓരോ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന നമുക്കറിയാവുന്ന ചില കാരണങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതിനപ്പുറം മറ്റ് പല ചില കാരണങ്ങൾ കൂടിയുണ്ട് നമ്മുടെ ഈ അബോർഷൻസിന് കാരണങ്ങൾ. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ചിലർക്ക് പ്രതിരോധ ശേഷി വളരെ കുറവുള്ള ഒരു ശരീര പ്രകൃതിയായിരിക്കാം. ഒന്നിനോടും പെട്ടെന്ന്, അതായത് നിപ്പിന് പെട്ടെന്ന് ഒരു തുമ്മൽ വരിക, പെട്ടെന്ന് പനി വരിക, അങ്ങനെ ജലദോഷം വരിക, ചുമ വരിക, ഇതൊക്കെ എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള ചില സ്ത്രീകളുണ്ട്. അങ്ങനെയുള്ളവർക്കെന്ന് പറയുമ്പോഴേക്കും നമുക്കിതുപോലെ മിസ്കാരേജ് വളരെ പെട്ടെന്ന് ഉണ്ടാകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് കഴിവതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പനിയോ ജലദോഷമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെയുള്ള സ്ത്രീകളിലേക്ക് അവർക്കത് പടരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ ഇപ്പം ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള സ്ത്രീകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കോവിഡ് ടൈമിലൊക്കെ കംപ്ലീറ്റ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം മാസ്ക് ധരിക്കുക എന്നുള്ളത്. ഈ മാസ്ക് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം നമുക്ക് കോമൺ ആയിട്ട് പണ്ടത്തെ പോലെ അത്രയും ബുദ്ധിമുട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാസ്ക് ധരിച്ച് നമ്മളെ തന്നെ കെയർ ചെയ്ത് ഈ ഒരു 20 ആഴ്ച അല്ലെങ്കിൽ 25 ആഴ്ച നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള സ്ത്രീകൾ ഈ ഒരു പീരീഡ് മാത്രം മറികടന്നാൽ പോരാ. അവരുടെ ആ ഒരു പ്രഗ്നൻസി കാലം അത്രയും പ്രതിരോധ ശേഷി കുറവുള്ള സ്ത്രീകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കഴിവതും യാത്രയൊക്കെ പോകുന്നത് കുറച്ച് കുറയ്ക്കുക. ഇങ്ങനെയുള്ള കാരണങ്ങൾക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഈ പ്രതിരോധ ശേഷി എന്ന് പറയുന്നതും ചില സ്ത്രീകളിൽ നമ്മളുടെ അബോർഷന് കാരണമാവുന്നുണ്ട്. അടുത്തതായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ചില സ്ത്രീകൾക്ക് വളരെയധികം രക്തസമ്മർദ്ദം കൂടുതലുള്ള സ്ത്രീകളായിരിക്കും. നോർമലുള്ള ഒരു പീരീഡിൽ ഉണ്ടാവുന്ന രീതിയിലുള്ള രക്തസമ്മർദ്ദമല്ല, അതിന് കുറച്ചുകൂടി കൂടുതൽ രീതിയിൽ രക്തസമ്മർദ്ദം ഉണ്ടാവുമ്പോഴും. പിന്നെയുള്ളത് പ്രമേഹം, അതായത് നമ്മൾക്ക് ഷുഗറിന്റെ പ്രോബ്ലം ഉള്ളവർക്ക്
അത് കൂടാതെ തൈറോയിഡിന്റെ പ്രശ്നം. ചിലർക്ക് നമുക്ക് നേരത്തെ മുതൽ തൈറോയിഡിന്റെ പ്രോബ്ലം ഉള്ളവരാവാം. ചിലപ്പോൾ ചില സ്ത്രീകളിൽ, എൻ്റെ കേസ് പറയുവാണെങ്കിൽ എനിക്ക് പ്രഗ്നന്റ് ആയപ്പോൾ മുതലാണ് ഈ തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നത്. അപ്പം ചില സ്ത്രീകൾക്ക് അങ്ങനെ, അല്ലെങ്കിൽ ചില സ്ത്രീകൾക്ക് അതിന് മുന്നേ മുതൽ അവർക്ക് തൈറോയിഡിന്റെ ഒരു പ്രോബ്ലം കണ്ടുവരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു അബോർഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ മറ്റൊരു കേസ് എന്ന് പറയുന്നത് PCOD. ഈ PCOD ഒക്കെ എന്ന് പറയുന്നത് ചില സ്ത്രീകളിൽ കുറച്ച്, അതായത് അവർക്ക് കുറച്ച് കാലങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില ഒരു പ്രോബ്ലം, ആരോഗ്യ പ്രശ്നമാണ് ഈ PCOD, തൈറോയ്ഡ്, ഷുഗറിന്റെ പ്രോബ്ലം, ഇതൊക്കെയെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള സ്ത്രീകളിലും അബോർഷൻസ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള സ്ത്രീകൾ വളരെയധികം ശ്രദ്ധിച്ച് ഡയറ്റൊക്കെ എടുത്ത് കറക്റ്റ് ആ മെഡിസിൻസ് ഒക്കെ കറക്റ്റ് രീതിയിൽ ഫോളോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രതിസന്ധിയെ നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇതാണ് മറ്റൊരു റീസൺ എന്ന് പറയുന്നത്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ ശരീരം വളരെ തടിച്ചിട്ടുള്ള ഒരു ശരീരമായിരിക്കാം, അല്ലെങ്കിൽ ചിലരുടെ ശരീരം വളരെ മെലിഞ്ഞിട്ടുള്ളവരായിരിക്കാം. അപ്പം ഈ ഒരു പ്രശ്നവും കൂടി, അതായത് വണ്ണം അമിതമാവാനും പാടില്ല, എന്നാൽ തീരെ മെലിയാനും പാടില്ല. അപ്പം ഇങ്ങനെ ഈ 2 കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും അബോർഷൻ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി നമ്മൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ ഓരോ മാസം കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ഇത്ര വെയിറ്റ് ഗെയിൻ ആവുന്നുണ്ട്, ആവണം, അങ്ങനെയാണ്. കാരണം നമ്മൾക്ക് വെയിറ്റ് ഗെയിനോടൊപ്പം നമ്മളുടെ ഉള്ളിലുള്ള കുഞ്ഞിനും കൂടിയാണ് വെയിറ്റ് കൂടേണ്ടത്. അപ്പം നമ്മുടെ ഭക്ഷണ രീതികളും ഒക്കെ അനുസരിച്ചായിരിക്കണം നമുക്ക് ആ വെയിറ്റ് ഗെയിൻ വരേണ്ടത്. അപ്പം തീർച്ചയായിട്ടും വണ്ണം കൂടുതലുള്ള ഒരാൾക്ക് പിന്നെയും വെയിറ്റ് ഗെയിൻ ആവുമെന്ന് പറയുന്നത് ചിലപ്പം ഒരു 5 മാസമൊക്കെ ആകുമ്പോഴേക്കും അത് താങ്ങാൻ പറ്റില്ല. പിന്നെ നിങ്ങളുടെ പ്രഗ്നൻസിയുടെ ടൈം വരെ നമുക്ക് ചിലപ്പോൾ ബെഡ് റെസ്റ്റ് ആയിരിക്കാം പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോഴേക്കും ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അബോർഷൻ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പം മെലിഞ്ഞിരിക്കുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അവരുടെ ഹോർമോണിന്റെ ചില പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അപ്പം അവർക്ക് എനിക്ക് തോന്നുന്നു ഈ വണ്ണം കൂടുതലുള്ളവരെ അത്രയും ബാധിക്കില്ല. ബട്ട് മെലിഞ്ഞിരുന്നവർ ആണെങ്കിൽ കൂടി പോലും ഇമ്മ്യൂണിറ്റി കൂടണം. അവരുടെ മറ്റ് ഭക്ഷണ രീതികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഭക്ഷണ രീതികൾ നിങ്ങളുടെ ഡയറ്റിലേക്ക് കൊണ്ടുവരണം. അപ്പം ഇതൊക്കെ പറയുന്നത് ഈ 2 കാറ്റഗറിയിലുള്ള ആൾക്കാർ അവരുടെ ഫുഡ് ഡയറ്റ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളെ നമ്മൾ തരണം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇന്നത്തെ ഈ ഒരു സബ്ജക്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ഒരു പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത് വളരെ കെയർഫുള്ളായി നിങ്ങൾ മുന്നോട്ട് പോവുക. ആദ്യത്തെ ഒരു 3-4 മാസം, അതായത് 20 ആഴ്ച വരെയുള്ള ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 25 ആഴ്ച വരെയുള്ള ടൈം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ടൈമാണ്. കുറേ നാളുകളായിട്ടൊക്കെ കാത്തിരിക്കുന്ന ചില അച്ഛനമ്മമാരുണ്ട് നമ്മുടെ കുഞ്ഞിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് കൂടുതലും ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഗർഭകാലം നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ നമ്മൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ അവസാനിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.